അച്ഛനെയും അമ്മയെയും അനുസരിക്കാൻ എപ്പോഴും എളുപ്പമാണോ? ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടാണല്ലേ? എന്നാൽ ദൈവത്തെയും തൻ്റെ അച്ഛനമ്മമാരെയും യേശു എപ്പോഴും അനുസരിച്ചിരുന്ന കാര്യം നിങ്ങൾക്കറിയാലോ. അച്ഛനമ്മമാരെ അനുസരിക്കാൻ ചിലപ്പോഴൊക്കെ എളുപ്പമല്ലായിരിക്കാം. എന്നാൽ യേശു ചെയ്തത് എന്താണെന്ന് പഠിച്ചാൽ ബുദ്ധിമുട്ടുള്ളപ്പോഴും അവരെ അനുസരിക്കാൻ നമുക്കും കഴിയും. ഭൂമിയിൽ വരുന്നതിന് മുമ്പ് യേശു സ്വർഗത്തിലായിരുന്നു, തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കൂടെ. എന്നാൽ ഇവിടെ ഭൂമിയിലും യേശുവിൻ്റെ ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവരാണ് ജോസഫും മറിയവും. സ്വർഗത്തിലായിരുന്ന യേശുവിൻ്റെ ജീവൻ ദൈവം മറിയയുടെ ഉള്ളിലേക്ക് മാറ്റി. യേശുവിനെ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. ഇതൊരു അത്ഭുതമായിരുന്നു. മറ്റു കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരുടെ ഉള്ളിൽ വളരുന്നത് പോലെ യേശു മറിയത്തിൻ്റെ ഉള്ളിൽ വളർന്നു. അങ്ങനെ ഏകദേശം 9 മാസം കഴിഞ്ഞപ്പോൾ യേശു ജനിച്ചു. ഇങ്ങനെയാണ് മറിയയും മറിയയുടെ ഭർത്താവായ ജോസഫും ഇവിടെ ഭൂമിയിൽ യേശുവിൻ്റെ അച്ഛനമ്മമാരായത്. യേശുവിന് 12 വയസ്സ് മാത്രമുള്ളപ്പോൾ ഒരു സംഭവമുണ്ടായി. പിതാവായ ദൈവത്തെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിനായിരുന്നു ആ സംഭവം. അന്നൊരിക്കൽ പെസഹ പെരുന്നാൾ കൂടാൻ യേശുവും വീട്ടിലുള്ളവരും ജെറുസലേമിലേക്ക് പോയി. അതൊരു നീണ്ട യാത്രയായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യേശുവിനെ കാണാനില്ല. ജോസഫും മറിയവും അവനെ പലയിടത്ത് അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. ജോസഫും മറിയവും ജെറുസലേമിലേക്ക് വേഗം തിരിച്ചു പോയി. എല്ലായിടത്തും യേശുവിനെ തിരഞ്ഞു, പക്ഷേ അവനെ കണ്ടില്ല. അവർക്ക് ആകെ വിഷമമായി. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവനെ കണ്ടെത്തി. അവൻ എവിടെയായിരുന്നോ? ദൈവത്തിൻ്റെ ആലയത്തിൽ. അവൻ അവിടെ പോയത് എന്തിനാ നിങ്ങൾക്കറിയാമോ? തൻ്റെ പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ. അവൻ ദൈവത്തെ സ്നേഹിച്ചു. ദൈവത്തെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാനും അവൻ ഇഷ്ടപ്പെട്ടു. അവൻ വളർന്നു വലുതായിട്ടും എല്ലായ്പ്പോഴും ദൈവത്തെ അനുസരിച്ചു. അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോഴും കഷ്ടത അനുഭവിക്കേണ്ടി വന്നപ്പോഴും അവൻ ദൈവത്തെ അനുസരിച്ചു. അവൻ ദൈവത്തെ മാത്രമാണോ അനുസരിച്ചത്? ജോസഫിനെയും മറിയത്തിനെയും അനുസരിച്ചു. യേശുവിൻ്റെ കഥയിൽ നിന്ന് എന്ത് പഠിക്കാം? അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമ്പോഴും നമ്മൾ അച്ഛനെയും അമ്മയെയും അനുസരിക്കണം.